സലീം സഖാഫി, അസീസ് സഖാഫി കാണുന്നു പ്രമുഖരെ ദീർഘിച്ച ഒരു സംസാരം ഉദ്ദേശമല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പെടുത്തി പെട്ടെന്ന് മുൻകാലങ്ങളിലൊക്കെ പണ്ഡിതന്മാർ, മുഅല്ലിമീങ്ങളൊക്കെ വല്ല വിഷയം കിതാബിയായി ചർച്ച ചെയ്യുമ്പോൾ ഫഖ്ഹുൽ അടക്കമുള്ള കിതാബുകളിൽ സ്ഥിരമായി വരുന്ന ഒരു പദമുണ്ട്, ഉമ്മുൽ വലദ്. വാക്കിനർത്ഥം കുട്ടിയുടെ ഉമ്മ എന്ന. ഏത് കുട്ടീന്റെ ഉമ്മ എന്ന് എല്ലാവർക്കും അറിയാം. സയ്യിദിനിക്ക് അടിമപ്പെണ്ണിൽ നിന്നും ഒരു കുട്ടിയുണ്ടായി. ആ സയ്യിദ് മരിക്കലോടുകൂടെ ഈ പെണ്ണ് സ്വതന്ത്രയായി തീരും. ഇങ്ങനെയുള്ള പെണ്ണിനാണ് കുട്ടിയുടെ ഉമ്മ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ചർച്ച അതല്ല. അബുൽ വലദ്, കുട്ടിന്റെ പിതാവ് ആരാണ് എന്നാണ്. ഏത് കുട്ടിന്റെ പിതാവ്, ആ എന്റെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ സവിസ്തരം ഇവിടെ പല പ്രാവശ്യം നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ സർവണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അബുൽ വലദ് കുട്ടിയുടെ പിതാവിനെ പറ്റിയുള്ള ഈ ചർച്ച എങ്ങനെ വന്നു? അതിന് പ്രചോദനം 5 ഉണ്ട്. 4 ഞാൻ പറയാം. ഒന്ന്, കർക്കിടക മാസത്തിലെ ഒഴിച്ചിലാണ്. കർക്കിടക മാസത്തിൽ തുടങ്ങി വരുന്ന ഒഴിച്ചില് വർഷക്കാലം തീരോടും വൃശ്ചിക മകരമാസത്തിൽ ഒരു ഒഴിച്ചിൽ നടക്കും. ഈ വർഷം എവിടുന്നാണ് ഒഴിച്ചിൽ നടത്തിയ എനിക്കറിയില്ല. അബുസാബിക്ക് പ്രത്യേകിച്ച് അറിയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ടാമത്തെ പ്രചോദനം, ശരീഅത്ത് കോളേജിന്റെ പിൻഭാഗത്തുള്ള നാടൻ കോഴികളുടെ ഫാം. അതൊരു പ്രശ്നമാണ്. നിത്യം നാടൻ കോഴികൾ തന്നെ കഴിക്കണമെന്ന വാശി. അപ്പൊ നാടൻ കോഴികൾക്കും ഈ വേലിച്ചാട്ടത്തിൽ ഒരു പങ്കുണ്ട് എന്ന് ഉദ്ദേശം. മൂന്നാമതായ കാര്യം എന്താണ്? എന്തു പറഞ്ഞാലും ശരി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ഒരു വിഭാഗം അനുയായികളുണ്ട്. എന്തു പറഞ്ഞാലും ആമന്ന സല്ലംന, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ്. മൂന്നാമത്തെ പ്രചോദനം, എന്തും ചെയ്യാമല്ലോ, ആരും ചോദ്യം ചെയ്യാനില്ല. നാലാമത്തെ കാര്യം അതല്ല, എല്ലാവരോടും ഞാൻ പറയുന്നില്ല, അറബിയിൽ ഒരു ലഫ്ള് മാത്രം പറയാം. സൗജത്ത് അളവും ജിൽദുമായ കാരണത്താൽ ഇങ്ങനെ ഒരു പ്രചോദനത്തിലേക്ക് വന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതോ കാര്യമെന്നറിയില്ല. ചുരുക്കി പറയട്ടെ, ഇത്തരം ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ മനുഷ്യൻ വേലിച്ചാട്ടം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. വേലിച്ചാട്ടത്തിന്റെ തുടക്കം എന്നാണ്? സമസ്ത എന്ന ജനപിന്തുണയുള്ള, ജനപിമ്പലമുള്ള ആ സംഘടനയെ വിവാഹം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഒരുപാട് പിന്നാലെ നടന്നു. സമസ്തയുടെ രക്ഷിതാക്കൾ പറഞ്ഞു, ഒരിക്കലും ഈ സംഘടന വിവാഹം ചെയ്തു തരില്ല, ഇതിനെ സ്വന്തമാക്കാൻ തരില്ല, നിങ്ങളുടെ വരതിയിൽ വരുത്താൻ തരില്ല എന്ന് സമസ്തയുടെ രക്ഷിതാക്കൾ പറഞ്ഞു. അങ്ങനെ സമസ്തയെ വിവാഹം ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്യാൻ വേണ്ടി അവർ സമീപിച്ചു. രജിസ്ട്രാർ പറഞ്ഞു, ഒരിക്കലും അത് വിവാഹം ചെയ്യാൻ ചെയ്തു തരില്ല. നീ വന്നിരിക്കുന്നത് കുഫ്രത്ത് ആളുകളല്ല, മറ്റൊരാളുടെ ഭാര്യയെ നിങ്ങൾ വിവാഹമാവുന്നത് ശരിയല്ല. അതാണല്ലോ ഉണ്ടായത്. വേറൊരാൾ രജിസ്റ്റർ ചെയ്തു പോയ ഒരു സംഘടനയെ വിവാഹം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ശരിയല്ല. അപ്പൊ മറ്റൊരാളെ ഭാര്യന്റെ പിന്നാലെ കൂടണ്ട എന്ന് രജിസ്ട്രാറും പറഞ്ഞു. എന്നിട്ടും സമസ്ത അതിന്റെ പിന്നാലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇമ്രൽ കൈസുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമുറു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ജിദാറ വലൈ ജിദാറ. ആ ലൈലയോട് ഉംറുൽ കൈസിന് ഉണ്ടായിരുന്ന അതേ പ്രേമവും സ്നേഹവും വെച്ചുകൊണ്ട് എപ്പോഴും സമസ്ത ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ചോദിക്കട്ടെ, എന്തിനാണ് സമസ്ത നിങ്ങൾക്ക്? വിഘടിതരെ നിങ്ങൾ പറയൂ, എന്തിനാണ് സമസ്ത നിങ്ങൾക്ക്? വേലിച്ചാട്ടം നടത്താനാണോ? അതിന് സമസ്തയുടെ ആവശ്യമില്ലല്ലോ. ഇന്ന് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ സമസ്തയുടെ ആവശ്യമില്ല. പ്രധാനമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒന്ന് വേലിച്ചാട്ടമാണ്, മറ്റൊന്ന് മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കുന്നു. സുന്ദരമായ
ശർഈയായ ഒരു കാരണവുമില്ലാതെ നിലവിലുള്ള പള്ളിയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി നിങ്ങൾ പള്ളിയെടുത്ത് ജുമ ആരംഭിക്കുന്നു, മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കുന്നു. അതുപോലെ തന്നെ മഹല്ല് പള്ളികളിൽ പള്ളികൾ സീൽ വെച്ച് പൂട്ടിപ്പിക്കുന്നു, മദ്രസ പൂട്ടിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഉന്നത ശീർഷരായ പണ്ഡിതന്മാരെ മേൽ കേസ് കൊടുക്കുന്നു. ശംസുൽ ഉലമയുടെ മേൽ വരെ കേസ് കൊടുക്കുക മാത്രമല്ല, കയ്യേറ്റം വരെ ചെയ്തു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും നടത്താൻ എന്തിനാണ് സമസ്ത? അതിന് സമസ്തന്റെ ആവശ്യമില്ല. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? കുരുത്തക്കേട് പറ്റുന്നവരാണ്. മുമ്പ് കുട്ടികളൊക്കെ വികൃതി കാണിക്കുമ്പോൾ ഉമ്മമാര് പറയാറുണ്ട്, കോത്താമ്പിക്കരും അനങ്ങിപ്പോകരുത്. ഇപ്പൊ പറയുന്നത് ഇതേ ശൈലിയിലാണ്. എന്താ പറയുന്നത്? കുരുത്തക്കേട് പറ്റും. ഉള്ളതെന്തോ കൊടുക്കാൻ പറ്റുള്ളൂ. കുരുത്തക്കേട് ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്. കുരുത്തം ഏതായാലും കൊടുക്കാനില്ല, കുരുത്തം ഏതായാലും കൊടുക്കാനില്ല. കൈവശമുള്ളതല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ അവർ കൈവശമുള്ളത് ഇപ്പൊ എന്താണ്? ഒരുപാട് കുരുത്തക്കേടുകളാണ്. ഇതിങ്ങനെ ദാനം ചെയ്ത് കൊടുക്കുക. യഥാർത്ഥത്തിൽ ഞങ്ങൾ സഖാഫിമാരെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. ഞങ്ങളത് പഠിച്ചു. അങ്ങനെ ഒരു കുരുത്തക്കേടും വരാതെ ഒരു മേഖലയല്ല അവിടെ ഉണ്ട്. അപ്പൊ ആ കാര്യത്തിൽ ഒരു പേടിയില്ല. പിന്നെ ത്വരീഖത്ത് സംബന്ധമായ കാര്യമാണുള്ളത്. ഏതൊരു സഖാഫിമാര് വരുമ്പോഴും ത്വരീഖത്താണ്, ഏതോ ത്വരീഖത്തിൽ കുടുങ്ങിയതാണ് എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം എന്താണ് സഹോദരന്മാരെ? ഒറ്റ കാര്യം പറയാം. ഞാൻ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1992-93 വർഷങ്ങളിൽ അവിടെ കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി എന്ന് പറയുന്ന ഒരാൾ വരാറുണ്ടായിരുന്നു. അദ്ദേഹം വന്നാൽ എന്താണ് ചെയ്യാറ് പതിവുള്ളത്? സ്ഥിരമായി വെള്ളമില്ലാത്ത ടാങ്കികളിൽ, ഹൗദുകളിൽ വെള്ളം നിറക്കും. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന് വുളൂ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ ടാങ്കിൽ സാധാരണ വെള്ളം കാണാത്ത ടാങ്കിൽ വെള്ളം കാണുമ്പോൾ കുട്ടികൾ സന്തോഷാണ്. ഇന്ന് നമുക്ക് അലക്കാനും കുളിക്കാനും ടാങ്കിൽ വെള്ളമുണ്ടല്ലോ, ഇന്ന് മസ്ജിദുൽ ഹറാമിന് അടുത്തേക്ക് നമുക്ക് വുളൂ ചെയ്യാൻ പോകണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കും. പക്ഷെ തൊടാൻ പാടില്ല വെള്ളത്തിന്. അബ്ദുൽ അസീസ് ഖാദിരി വന്നിട്ട് അദ്ദേഹത്തിന് വുളൂ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ആ മനുഷ്യന്റെ കാറ് കൊണ്ടുവന്ന് ഹൗദിന്റെ അടുത്ത് നിർത്തും. ഹൗദെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ ആ മനുഷ്യൻ ഈ ഹൗദിലേക്ക്